അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇടവേളകൾക്ക് ശേഷം സൽമാൻ അസരി വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മോട് കൂടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കഴിഞ്ഞ ദിവസം SMFൻ്റെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു മേഖലാ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടിയുടെ ചില ചിത്രങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഏതൊരു പറമ്പിൽ, തോട്ടത്തിൽ, വാഴത്തോട്ടത്തിലോ മറ്റോ നാലാളുകൾ ഇരിക്കുന്ന ഒരുപാട് ഒഴിഞ്ഞ കസേരകളിലൊരു പരിപാടി. അതായത് പാനൂരിലെ അഭിനവ് ഷേഖിനെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെ ചില ക്ലിപ്പുകളൊക്കെ കണ്ടപ്പോൾ സമസ്തക്കെതിരെ, സമസ്തയുടെ പണ്ഡിതന്മാരുടെ ക്ലിപ്പൊക്കെ ഇട്ട് വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സൽമാൻ അസരി നിങ്ങൾക്ക് കിട്ടിയ വിവരം? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കുന്നമംഗലം മേഖല SMFൻ്റെ ബാനറിലാണ് പ്രോഗ്രാം നടന്നിട്ടുള്ളത്. അതിൽ പാഴൂർ ഷേഖിൻ്റെ ചില പരാമർശങ്ങൾക്കെതിരെയാണ് പരിപാടി. ആദർശ സമ്മേളനം എന്നാണ് അവർ പരിപാടിൻ്റെ പേര് ആദർശ സമ്മേളനം എന്ന പേരിലാണ് അവർ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന്, ഒരു മേഖല SMFൻ്റെ പരിപാടിക്ക് പങ്കെടുത്ത ആളുകളെ കാണുമ്പോൾ SKSFൻ്റെ ഒരു യൂണിറ്റ് ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ആളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പബ്ലിക്ക് ഇവരുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ SMFൻ്റെ കൂടെ ഇല്ല എന്നല്ല. SMFനെ ഹൈജാക്ക് ചെയ്ത് ഭരണഘടനയൊക്കെ തിരുത്തി നേതാക്കൾ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പുതിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണം, നിലവിലുള്ള കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കളികൾ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു താക്കീത് അവർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം. അപ്പോൾ അങ്ങനെയൊക്കെ SMF എന്ന സമസ്തയുടെ പോഷക ഘടകത്തെ ചില തൽപര കക്ഷികൾ അവരുടെ താല്പര്യത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സംഘത്തിൻ്റെ കൂടെ പബ്ലിക്ക് എത്രമാത്രം ഉണ്ട് എന്ന് ആ പരിപാടി കണ്ടാൽ ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലാവും. മേഖല SMFൻ്റെ പരിപാടിയാണത്. പിന്നെ ആദർശ സമ്മേളനം, സാധാരണ SMF കേരളത്തിലൊരു ആദർശ സമ്മേളനം നടത്തുന്നത് ഇക്കണ്ട കാലം വരെ നമ്മൾ കണ്ടിട്ടില്ല. സുന്നി മഹല്ല് ഫെഡറേഷനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മഹല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ SMF കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ഇവിടെ ചെയ്തിരുന്നത്, എന്താണ് ഇതൊന്നും അവരുടെ പ്രവർത്തന മേഖല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണില്ല. ഇപ്പോൾ SMF എന്തിനാണ് ഇത്ര സജീവമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് പുതിയ കമ്മിറ്റി സമസ്തയുടെ മേൽനോട്ടത്തിലായി വരണം എന്ന സമസ്തയുടെ താക്കീത് വന്ന ശേഷം ഒരു 50-ാം വാർഷിക പ്രഖ്യാപനവും പിന്നെ തകൃതിയായിട്ടുള്ള ചില മഹല്ല് സംഗമങ്ങളൊക്കെ ഇപ്പോൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന നോട്ടീസുകളും പോസ്റ്ററുകളൊക്കെ കണ്ടു. ഇതൊക്കെ എന്തിനാണ് എന്ന് കണ്ണും കാതും ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഇരിക്കട്ടെ, ഏതായാലും SMFന് അങ്ങനെ ഒരു ആദർശ സമ്മേളനം നടത്തിയിട്ടുള്ളൊരു പാരമ്പര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് SKSFO അല്ലെങ്കിൽ SYSO ഒക്കെയാണ് ആദർശ സമ്മേളനങ്ങൾ നടത്താറുള്ളത്. ആദർശ വൈരികളോട് ആദർശപരമായ, ആശയപരമായ ഏറ്റുമുട്ടലിന് രംഗത്ത് വരാറുള്ളതും. ഇനിയിപ്പോൾ SMF അങ്ങനെ വരികയാണെങ്കിൽ അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ആദർശ സമ്മേളനം ആര് നടത്തുകയാണെങ്കിലും വളരെ നല്ലതാണല്ലോ. SKSFൻ്റെ ആദർശ പ്രോഗ്രാം നടന്നപ്പോൾ ഈ ആദർശ സമ്മേളനങ്ങൾ നിർത്തിവെക്കണം എന്ന് മുഷാവറയ്ക്ക് എഴുത്തു കൊടുത്ത ആളുകളൊക്കെയാണ് ഇപ്പോൾ ആദർശ സമ്മേളനം സംഘടിപ്പിക്കാൻ വന്നത് എന്നത് ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. ഏതാവട്ടെ, ഈ ആദർശ സമ്മേളനം എന്ന് വെച്ചുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ആ പരിപാടി സമസ്തയുടെ ആദർശ വൈരികൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പിന്നെ പാഴൂർ ഷേഖിനെതിരെ, അഭിനവ പാഴൂർ ഷേഖിനെതിരെ എന്ന് പറയുമ്പോൾ അത് റഹ്മത്തുള്ള കാസിമി ഈ അടുത്ത് ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ചില തെറ്റായ ജൽപ്പനങ്ങൾക്കെതിരെയുള്ള ഒരു തിരുത്തലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. പണ്ട് പെരിന്തൽമണ്ണയിൽ തിരുത്ത് എന്ന പേരിൽ നാസർ കൊളായി ചമ്മാട് ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറിനെതിരെ നടത്തിയ ചില പ്രയോഗങ്ങളും ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിന് മറുപടി പറയുകയാണ് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു തിരുത്ത്. പക്ഷേ അവിടെ നാസർ കൊളായിൻ്റെ പേര് പോലും പരാമർശിക്കാൻ ധൈര്യമില്ലാതെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളെയും പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമയെ ഒക്കെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് ആ പരിപാടി നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ അതിൽ ഇടപെട്ടു. അതോടുകൂടെ അത് തീരുകയും ചെയ്തു. എന്നതുപോലെ ഇവിടെ ഇപ്പോൾ കുന്നമംഗലത്ത് SMFൻ്റെ കീഴിൽ പാഴൂർ ഷേഖിനെതിരെ പരിപാടി വെക്കുകയാണ് എന്ന ബാനറിൽ പരിപാടി വെച്ചിട്ട് അവിടെ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾക്കെതിരെ ചില ആരോപണങ്ങളും ഒളിയമ്പുകളും എഴുതിവിടാനാണ് അവർ ശ്രമം നടത്തിയത്. കൂട്ടത്തിൽ റഹ്മത്തുള്ള ഖാസിമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുകയും ചെയ്തു. അതിൽ AV ഉസ്താദിനെതിരെ വളരെ മോശമായ നിലക്ക് അവർ ആരോപണം ഉന്നയിച്ചു. AV ഉസ്താദ് സുഹാബി എന്ന പദത്തിനെ വ്യാഖ്യാനിച്ചു എന്നതാണ് AV ഉസ്താദ് ചെയ്ത തെറ്റ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഉണ്ട്. എല്ലാവരുമായി ഐക്യപ്പെട്ട് ആദർശ വിരോധികളുമായി ഐക്യപ്പെട്ട് അങ്ങനെ ഒരു കടുത്ത സുന്നി നിലപാടൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ആളുകളുടെ താല്പര്യത്തിന് സമസ്തയുടെ നേതാക്കൾ നിന്നു കൊടുക്കാത്തതാണ് സമസ്തയുടെ നേതൃത്വത്തോടുള്ള ഇവരുടെയൊക്കെ വിമ്മിഷ്ടത്തിന് കാരണം എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലക്ക് ഉള്ള ഒരു വിഭാഗത്തിനെതിരെ ഈ പരാമർശിക്കപ്പെട്ടൊരു പേരാണ് ഈ സുഹാബി എന്നത്. അതിന് AV ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആ സരളമായ ശൈലിയിൽ ഒരു പ്രഭാഷണത്തിൻ്റെ മധ്യേ ഉപയോഗിച്ച ആ ചില പ്രയോഗങ്ങളാണ് വലിയ സംഭവമായിട്ട് പാഴൂർ ഷേഖിനെതിരെയുള്ള ആദർശ സമ്മേളനത്തിൽ വിശദീകരണ യോഗത്തിൽ കൊണ്ടുപോയി സമസ്തയുടെ ഒരു പോഷക ഘടകം നടത്തുന്ന ഒരു പരിപാടി സമസ്തയുടെ മുഷാവറ മെമ്പറോ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവുമായ AV ഉസ്താദിനെ പോലുള്ള ഒരു സാത്വിക വയോധികനായ പണ്ഡിതനെ എതിരെ ആക്ഷേപവും ആരോപണവും ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ ആ പരിപാടിയുടെ ലക്ഷ്യം എന്താണെന്ന് തുടക്കത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അത്. പിന്നെ രണ്ടാമത് അവിടെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ ക്ലിപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ പ്രഭാഷണം നടത്തിയത്. ഹമീദ് ഫൈസി ഉസ്താദിനെതിരെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും നിലയ്ക്ക് ഹമീദ് ഫൈസിയോടുള്ള ഇവരുടെ പ്രാസ്ഥാനികമായി ഹമീദ് ഫൈസിക്ക് കേരളത്തിലുള്ള സുന്നി സമൂഹം നൽകുന്ന പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു അംഗീകാരവും കണ്ട് വിറളി പിടിച്ച് അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനും വിമർശിക്കാനുമാണ് അവരവിടെ സമയം മാറ്റിവെച്ചത്. ഇതൊക്കെ പാഴൂർ ഷെയ്ഖിനെതിരെയുള്ള ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാനൂർ ഷെയ്ഖിനെതിരെ എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ ഹമീദ് ഫൈസിയുടെ ക്ലിപ്പിട്ടു. അതുപോലെ തന്നെ AV ഉസ്താദിനെതിരെ പറഞ്ഞു. ഹമീദ് ഫൈസിയുടെ ക്ലിപ്പിട്ട് എന്തിനാണ്? ഹമീദ് ഫൈസി അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ ക്ലിപ്പിട്ടിട്ട് ഇവർ പറയുന്നത് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരുന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് എന്ന്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ആദർശം പറയുന്ന ആളുകളെ ഇതിനൊന്നും കണ്ടില്ല എന്നുള്ള ചില കളവുകളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് നമ്മളൊക്കെ ഇവർ ചെയ്യുന്നതിനേക്കാൾ ഇതിന് മറുപടി പറയുന്നതിനേക്കാൾ 2 ആഴ്ച മുന്നേ മറുപടി കൊടുത്തിട്ടുണ്ട്. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഹമീദ് ഫൈസി അതുപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വം മൂടി വെച്ചുകൊണ്ടാണ് ഇവരവിടെ സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ കളവ് പറയുന്നത്. അതാണ് അതിലുള്ള രസം. അതായത് ഒരു ആദർശ സമ്മേളനം എന്നുള്ള പേരിലൊരു പരിപാടി വെക്കുക എന്നിട്ട് നുണ പറയാ. അത് ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ്. പണ്ട് നളന്തയിൽ ഒരുമിച്ച് കൂടിയ ആ സംഘമാണിത്. നളന്തയിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ പേര് നളന്ത വിഭാഗം എന്ന് പേര് പരാമർശിക്കപ്പെട്ടതിലൊക്കെ വലിയ വേദനയൊക്കെ അവർ കുന്നമംഗലം മേഖല SMFൻ്റെ ബാനറിൽ നടത്തിയ പരിപാടിയിൽ അവർ ഉന്നയിക്കുന്നത് കണ്ടിരുന്നു. വലിയ വിഷമം പറയണതൊക്കെ അതൊക്കെ അർഹിക്കുന്ന ഓരോ നാമം ഓരോരുത്തർക്കും ഒന്ന് വീഴുന്നതാണ് കയ്യിലിരിപ്പിനനുസരിച്ച്. ഏതാവട്ടെ, ഈ 2 വിഷയങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഹമീദ് ഫൈസി ഉസ്താദിനെ പോലുള്ള ആളുകൾ, അതായത് ആദർശം പറയേണ്ട ആളുകൾ മൗനം പാലിച്ചു എന്നാണ് അവർ ഉന്നയിച്ച ഒരു ആരോപണം. ഈ 2 കാര്യമുണ്ട്. ഒന്ന്, ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ആദർശ വിരോധികളായി നിൽക്കുന്ന വിഭാഗത്തിനെതിരെ
കാലങ്ങളായി ആദർശരംഗത്ത് ശക്തിയുക്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നും പറയേണ്ടവരാരാണ് എന്നും അല്ലെങ്കിൽ പറയുന്നവരാരാണ് എന്നും പറയും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നവരാരാണ് എന്നും ഇവർ തന്നെ അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഹമീദ് ഫൈസിക്കൊക്കെയുള്ള ക്വാളിറ്റിയും. അതിന് ഹമീദ് ഫൈസിനോട് അസൂയായിട്ടിട്ട് കാര്യമല്ല. പിന്നെ രണ്ടാമത്, ഈ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ റഹ്മത്തുള്ള കാസിമി ഇത്തരം ചില അബദ്ധജടിലമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ റഹ്മത്തുള്ള കാസിമിക്കെതിരെ ശക്തമായി ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിലൂടെ ആ വിഷയത്തിൽ അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. പിന്നെ ഹമീദ് ഫൈസി ഉസ്താദ് എൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. അതുതന്നെ ഹമീദ് ഫൈസി ഉസ്താദ് റഹ്മത്തുള്ള കാസിമിയെ വിളിക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും തിരുത്താം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും പിന്നെ തിരുത്തുന്നത് കാണാതെ വന്നപ്പോഴാണ് ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ ഇടപെടലുണ്ടായത്. അതൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാ ആളുകളും കണ്ടതാണ്. എന്നിട്ടും ഇവർ വന്ന് പറയണത് ആരും ഒന്നും പറഞ്ഞില്ല, പറയേണ്ടവർ പറഞ്ഞില്ല എന്നാണ്. എന്നിട്ട് റഹ്മത്തുള്ള കാസിമി ഉയർത്തിപ്പിടിച്ച ഫോൺ സംഭാഷണത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളാരുമില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാമെന്നാണ് അവൻ പറയണത്. അതെന്നെ വിഡ്ഢിത്താണ്. കാരണം റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് എല്ലാ സുഹാബി നേതാക്കളുടെയും വഹാബി നേതാക്കളുടെയും രഹസ്യമായ സംഭാഷണങ്ങൾ ഇതിലുണ്ട് എന്നാ, വോയിസുകൾ ഇതിലുണ്ട് എന്നാ. സുഹാബി നേതാക്കളുടെയും വഹാബി നേതാക്കളുടെയും വോയിസുകൾ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? റഹ്മത്തുള്ള കാസിമി പറഞ്ഞത്. അല്ലാതെ ഹമീദ് ഫൈസിനെ പോലത്തെ ആൾക്കാരുടെ ഉണ്ട് എന്നല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് അത് പുറത്തു വിട്ട് അവിടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും പലരൊന്നും. റഹ്മത്തുള്ള കാസിമി അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഒരു ഓലപ്പടക്കം എറിഞ്ഞ ശേഷമാണ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ ഈ റഹ്മത്തുള്ള കാസിമിയെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തോട് തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള വോയിസ് പുറത്തു വരുന്നത്. വോയിസ് വീഡിയോ ആയിട്ട് പുറത്തു വന്നല്ലോ സോഷ്യൽ മീഡിയയിൽ. ഉസ്താദിൻ്റെ പേജിൽ തന്നെ അത് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉൾഭയമുള്ള ആളാണെങ്കിൽ ഒരിക്കലും ഹമീദ് ഫൈസി ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ പിന്നെ ആ വോയിസ് ആരുടേതായിരിക്കും? സുഹാബി നേതാക്കളുടെ വോയിസ് ഉണ്ട് എന്ന് റഹ്മത്തുള്ള കാസിമി പറയുകയും ചെയ്ത സ്ഥിതിക്ക് ആ വോയിസുകളൊക്കെ ആരുടേതായിരിക്കും എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞതും കളവാണ്. പിന്നെ മാത്രമല്ല, ആയിഷ ബീവിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് റഹ്മത്തുള്ള കാസിമി നമ്മുടെ ഇതിലുബിയുടെ ഉദ്ധരണികളുമായി രംഗത്ത് വന്ന് ആദ്യം സ്വന്തം ഗവേഷണം അവതരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും പിന്നീട് ആ വിഷയം വിവാദമായപ്പോൾ അത് ഇതിലുബിയുടെ തലയിലേക്ക് ഇടുകയും ചെയ്ത കാസിമിയുടെ ആ പരാമർശങ്ങൾ, ആ വിഷയത്തെ വളരെ ഖണ്ഡിതമായി പണ്ഡിതോചിതമായി ബഹുമാനപ്പെട്ട സലീം ദാരിമി ചർല, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം വളരെ സമർത്ഥമായി ആ വിഷയം ഗണ്ണിക്കുകയും റഹ്മത്തുള്ള കാസിമിയുടെ അബദ്ധങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഇടപെടലുകളും കഴിഞ്ഞ ശേഷമാണ് ഇവർ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി വെച്ചിരുന്നത്. അപ്പോൾ പച്ച ശുദ്ധമായ കളവാണ് ആ പറഞ്ഞിരിക്കുന്നതെന്ന് അർത്ഥം. അവർക്ക് ആ കെയർ ഓഫിൽ സമസ്തയുടെ നേതാക്കൾക്കെതിരെ ഒന്ന് രണ്ട് ക്ലിപ്പ് ഇട്ടിട്ട് അവരുടെ മനസ്സിലുള്ള ആ വിഷമൊക്കെ ഒന്ന് പുറത്ത് ചീറ്റണം. അതിനു വേണ്ടി കണ്ടെത്തിയ ഒരു ഉപാധി മാത്രമായിരുന്നു അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സമദാനിയുടെ പിന്നെ ആ പ്രചരണ കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് പിന്നെ പല ആളുകളും എനിക്ക് അദ്ദേഹത്തിനെതിരെ പറയാൻ വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാസിമിൻ്റെ ഒരു സംസാരമുണ്ട്. ആ സംസാരം ഇത് ഇങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. അതും സമസ്തൻ്റെ നേതാക്കന്മാർക്കെതിരെ തിരിച്ചുവിടുകയാണ്. അവിടെയും കാസിം പറഞ്ഞു പല ആളുകളും വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളിത് പറയണം, ആ സമദാനിനെ കുറിച്ച് വഹാബി എന്ന് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി പറയണം എന്ന് പറഞ്ഞത് കാസിമി പറഞ്ഞത്. കാസിമിയോട് ആവശ്യപ്പെട്ടത് ആരാണ്? അത് കാസിമി പുറത്തു വിടണം. അത് കാസിമി പുറത്തു വിടാത്ത കാലത്തോളം, അല്ലെങ്കിൽ കാസിമിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് കാസിമി തെളിയിക്കാത്ത കാലത്തോളം, അല്ലെങ്കിൽ അതിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്തു വിടാത്ത കാലത്തോളം അത് ആരുമാകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും വരാം. പക്ഷേ അത് സമസ്തയുടെ നേതാക്കന്മാരുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഉണ്ടയില്ലാത്ത വെടി ഉതിർക്കുന്ന ആ ഒരു പരിപാടിയാണ് വേറെ അവിടെ ഒരു നാടകം അവിടെ കണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടലും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കലും അവരെ സുഖിപ്പിക്കലും അവരെ മിത്രങ്ങളാക്കാനും ശത്രുക്കളാക്കാനും ഒക്കെ വെമ്പൽ കൊണ്ട് നടക്കുന്ന ആളുകൾ
സമസ്തയുടെ നേതാക്കളാണോ അതല്ല വേറെ വല്ലവരുമാണോ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. കാസിമി ഈ ക്ലിപ്പുണ്ട് വോയിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉയർത്തിപ്പിടിക്കല്ല വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും കാസിമി എന്താ ഉള്ളിൽ കയ്യിലുള്ളത് പുറത്തു വിടട്ടെ കാസിമി, അതാ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഇവർക്ക് പറയാൻ ധൈര്യമാണെങ്കിൽ ഇവർ പറയട്ടെ. അതെ, ഈ വിഷയത്തിൽ നമുക്കത് ധൈര്യമായിട്ട് പറയാം. കാരണം എന്ത് ക്ലിപ്പുണ്ടെങ്കിലും അദ്ദേഹം പുറത്തു വിടട്ടെ. ധൈര്യമായിട്ട് നമ്മൾ അദ്ദേഹത്തെ എന്നല്ല ഈ പറഞ്ഞ ഞാഞ്ഞൂലുകളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു കളങ്കം നമ്മുടെ അടുത്തില്ല എന്നതുകൊണ്ടാണ് ഇത്ര പരസ്യമായിട്ടും തുറന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇവർക്ക് പലരോടും അത് തുറന്നു പറയാൻ സാധിക്കുമോ? ഇവരുടെ പലരുടെയും ക്ലിപ്പ് പുറത്തായതല്ലേ. അതുപോലെ ഹമീദ് വൈസിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സമസ്ത നേതാക്കളുടെയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇവരെപ്പോലെ നാണം കെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ ലീഗിനെതിരെ പ്രവർത്തിക്കുക എന്നതൊക്കെ ഇപ്പോൾ നാസർ ഫൈസി അവിടെ ആ വേദിയിൽ പങ്കെടുക്കുകയും സദസ്സിൽ നിന്ന് ആളിറങ്ങിപ്പോയപ്പോൾ ആ സദസ്സിൽ വന്നിരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് നാസർ ഫൈസി. ആ നാസർ ഫൈസിയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാം അദ്ദേഹം ലീഗിനെതിരെ ഉടഞ്ഞു നിന്നതും ലീഗിൽ കയറി നിന്നതും ഇറങ്ങി നിന്നതും ഒക്കെയുള്ള വിശാലമായ ചരിത്രം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അത്തരം ഉമ്മാക്കിയൊന്നും ഇങ്ങോട്ട് കാണിച്ച് ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഏറ്റവും അർഹതപ്പെട്ടത് ആ മാറാപ്പ് പേറാൻ നിങ്ങളാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. നിങ്ങളിപ്പോൾ ഈ പറയപ്പെട്ട മഹാനുണ്ടല്ലോ നമ്മളെ ഫൈസി, അദ്ദേഹം നിലപാട് മാറ്റി ഈ നളന്ത വിഭാഗത്തിന് ചൂട്ടുപിടിക്കാൻ നിർബന്ധിതനായത് തന്നെ ഒരു വോയിസ് ക്ലിപ്പ് മേടിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഇപ്പോൾ CIC വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു FBയിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു സമസ്തയുടെ നിലപാടിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, നമ്മൾ 1.5 മണിക്കൂർ സംസാരിച്ച റെക്കോർഡ് പുറത്തു വിടാൻ സമയമായാൽ അറിയിക്കണേ. പിന്നെ ഈ പറയപ്പെട്ട മാന്യദേഹം വേറെ പിന്നെ അതുവരെ കിഴക്കോട്ട് പോയിരുന്ന ആൾ പിന്നെ നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞടക്കണം. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് കാസിമി എന്തോ പുറത്ത് വിടാനുണ്ട് കാസിമി എന്തോ പുറത്ത് വിടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഇപ്പം പെയ്യും എന്ന് പറഞ്ഞത് പെയ്തതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുകയാണ് ആൾക്കാർ. പെയ്തതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ പെയ്യും എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നത്. ഭയങ്കര രസമാണ് ഇവർ. കാസിമി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ടല്ലേ നമ്മൾ അതിനെക്കുറിച്ച് ആരതാണ് ഏതാണ് ആരാണ് ആ വിളിച്ചത് എന്നൊക്കെ മൂപ്പരോട് പുറത്തേക്ക് വിടട്ടെ. അപ്പോൾ കള്ളത്തൊരിക്കത്താർക്ക് മൊത്തത്തിലുള്ളൊരു കേടാണ് ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നടക്കില്ലെന്ന് തോന്നുന്നുണ്ട്. അത് പലയിടത്തും കാണുന്നുണ്ട്, പുറത്തു വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുന്നമംഗലത്തെ SMFൻ്റെ ഒരു മേഖലാ കമ്മിറ്റി നടത്തിയ പരിപാടിയൊന്നും ഇങ്ങനെ കോഴി കോട്ടാവിട്ടതുപോലെ അവസാനിക്കുന്ന ഒരു പരിപാടിയല്ല. മേഖലാ കമ്മിറ്റി നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു മട്ടത്തിലായിരിക്കും നടത്തേണ്ടത്. അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് വെച്ചാൽ ഈ SMF എന്ന പേരിൽ തട്ടിക്കൂട്ടുന്ന ഈ ആളുകൾ നമ്മൾ സമദ് ഫൈസി പറഞ്ഞ മാതിരി രാവിലെ എന്താ കൂട്ടാൻ അത് മുരിങ്ങക്കായും പയറും, വൈകുന്നേരം എന്താ കൂട്ടാൻ അത് പയറും മുരിങ്ങക്കായും എന്ന് പറഞ്ഞാൽ ഏത് പരിപാടിയാണെങ്കിലും ഇപ്പോൾ ഏത് ഫൗണ്ടേഷൻ്റെ പരിപാടിയാണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും ഇവർ 4 ആളല്ലേ ഇപ്പോൾ അത് സംഘടിപ്പിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രചരണം നടത്താനും മറ്റൊക്കെ ഇവരല്ലേ ഉള്ളൂ സാധുക്കൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്താനേ പറ്റുള്ളൂ. അവിടെ കുറേ ഷുഗറുള്ള കുറേ വയസ്സായ ആളുകൾ അവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രസംഗം കഴിയാനും നിന്നില്ല. മാത്രമല്ല ഓൽക്കൊന്നും ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ആ പരിപാടി വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് നാസർ ഫൈസി പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്ന് നാസർ ഫൈസിൻ്റെ പ്രസംഗം കഴിഞ്ഞ പാടെ ഇതിലെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് അറിയാത്ത സാധുക്കൾ എണീറ്റ് പോയി. അതാണ് അവിടെ ഉണ്ടായ സംഭവം. അപ്പോൾ അത് ഈ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ അതൊന്ന് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു പിന്തുണ കൊടുക്കാൻ പോലും ഇവർക്ക് അണികളില്ല എന്നതൊരു ഖേദകരമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ അവിടെ റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിനെതിരെ ഇവർ പറഞ്ഞിട്ട് വേണ്ട, അതിനൊക്കെ കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർ നേരത്തെ തന്നെ വളരെ 2-3 പാർട്ടുകളായിട്ട് കൃത്യമായിട്ട് ഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മളെ അധിക്ഷേപിക്കാൻ യാതൊരു വകുപ്പുമില്ല. ആ വിധത്തിൽ ഹമീദ് ഫൈസി അടക്കമുള്ള നമ്മുടെ നേതാക്കളും മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഓൺലൈനിൽ ഇടപെടുന്ന ആളുകൾ പ്രതികരിച്ചില്ല എന്ന് പറയാനും സ്കോപ്പില്ല. ഓൺ ദ സ്പോട്ടിൽ ഇവർ കൊടുക്കുന്ന മറുപടിക്ക് 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയൊക്കെ സമസ്തയുടെ പേരിൽ കളവ് പറയുക, സമസ്തയുടെ നേതാക്കന്മാരുടെ പേരിൽ കളവ് പറയുക, അഭിനവ് ശേഖിനെതിരെ പരിപാടി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ നേതാക്കന്മാരെ കൊട്ടാനുള്ള അവസരമായി അതിനെ കാണുക, ഉപയോഗപ്പെടുത്താനൊക്കെയുള്ളൊരു ശ്രമമായിരുന്നു നടന്നിരുന്നത്. പക്ഷെ അടപടലം അത് പരാജയപ്പെട്ടു എന്നതാണ് ഈ പരിപാടിയുടെ ഒരു അവസാനത്തെ റിസൾട്ട്. അവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമിക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചില്ല എന്ന് ഇവർ പറഞ്ഞത് കളവാണ് എന്ന് നമ്മൾ പറഞ്ഞത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും യാഥാർത്ഥ്യ ബോധത്തോടെയാണ്. കാരണം റഹ്മത്തുള്ള ഖാസിമി ഈ വിഷയ സംബന്ധിയായി എഴുതിയ നിറവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, ആ പുസ്തകം അദ്ദേഹം പരസ്യമായി ഞാൻ ആ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ആ പുസ്തകം പിൻവലിക്കാനുണ്ടായ കാരണം എന്താ? സമസ്തയുടെ പണ്ഡിതന്മാരുടെ കൃത്യമായ ഇടപെടലും അദ്ദേഹത്തിൽ പറ്റിയ അബദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം പിൻവലിക്കാൻ തയ്യാറായത്. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനത് പിൻവലിച്ചു, ആ പുസ്തകം ഞാൻ പിൻവലിച്ചു എന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറഞ്ഞ ശേഷം ആണ് ഇവർ വന്നിട്ട് പറയണത് ഉത്തരവാദിത്തപ്പെട്ട പ്രതികരിക്കേണ്ട ആളുകൾ ആരും പ്രതികരിച്ച് കണ്ടില്ല, അവരൊക്കെ ഫോണിൽ അത് കേട്ടിട്ട് പേടിച്ചിട്ട് പറയാതിരിക്കുകയാണ്, പക്ഷെ ഞമ്മക്ക് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറയണത്. ഇതൊക്കെ കണ്ട ആളുകൾ ഇവരെ കുറിച്ച് എന്താ മനസ്സിലാക്കാനെങ്കിൽ ഇവർ ആലോചിക്കണ്ടേ. അതുപോലെ ഈ പറയപ്പെട്ട വ്യക്തി ഈ ക്ലിപ്പിട്ട് പ്രഭാഷണം നടത്തിയ വ്യക്തി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയ്ക്ക് നേരെ റഹ്മത്തുള്ള ഖാസിമി വളരെ മോശമായൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ആ പരാമർശം അത് റഹ്മത്തുള്ള ഖാസിമി സ്വന്തം പരാജയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിലൂടെ ചെയ്തതെന്നാണ് നമ്മളെ നിരീക്ഷണം. സയ്യിദുൽ ഉലമക്ക് എതിരെ അത്തരം പരാമർശങ്ങൾ ഉന്നയിക്കലോടുകൂടെ. പക്ഷെ അതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. ഖാസിമിനെ തിരുത്താൻ വേണ്ടിയിട്ട് വന്ന ഈ പ്രഭാഷണം നടത്തിയ ആളും അവിടെ സംസാരിച്ച ആളുകളും അവരൊക്കെ ചെയ്തിരുന്ന പണി എന്താ? സയ്യിദുൽ ഉലമക്കെതിരെയും സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെയും ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും വാട്സപ്പിലൊക്കെ എഴുതുകയും പറയുകയും ചെയ്ത ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അതിന് പ്രത്യേകമായ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സമസ്തയുടെ നേതാക്കൾക്കെതിരെയും പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമക്കെതിരെയൊക്കെ എഴുതും പറയുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിമർശിക്കാൻ വന്നിട്ടുള്ളത്. ഇവരും അതിനേക്കാൾ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു നടന്ന ആളുകളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാമായിരുന്നു കുന്നമംഗലത്ത്. ഇതൊന്നും SMFൻ്റെ കീഴിൽ നമുക്ക് പറയാനുള്ളത് ഇതാണ്. സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ കീഴിലോ സമസ്തയുടെ പേരും പതാകയും വെച്ചുകൊണ്ടൊന്നും ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കരുത് എന്നാണ് നമുക്ക് ഇത്തരം ആളുകളോട് വിനയപൂർവ്വം പറയാനുള്ളത്. സമസ്തയുടെ കാര്യങ്ങൾ നടത്താനും സമസ്തയുടെ പ്രോഗ്രാമുകൾ നടത്താനും സമസ്തയുടെ വേദി കെട്ടാനും അതിനൊക്കെ സമസ്തയുടെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിൽ സമസ്തക്കാരായ നേതാക്കളെ അംഗീകരിക്കുന്നവർ, തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവർ, ആശയപരമായി ആദർശപരമായി എല്ലാം മറ്റു ഭൗതിക രാഷ്ട്രീയ ലാഭേച്ഛകൾക്കതീതമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്ന വലിയ ഒരു വിഭാഗം കേരളത്തിലുണ്ട്. സമസ്തയുടെ പതാകയും ബാനറും പേരും ഒക്കെ ഉപയോഗപ്പെടുത്തി അവർ പരിപാടികൾ നടത്തും. നിങ്ങൾ ഇത്തരം പരിപാടികളായിട്ട് ദയവ് ചെയ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ പരിഹാസ്യരാകാൻ മുന്നോട്ട് വരരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സൽമാൻ അസരി ഉസ്താദ് ഈ ആനമങ്ങാട് ഹുദവിയുടെ ഒരു അനിയനുണ്ട്, ഇസ്ഹാഖ് നിസാമി എന്ന് പറയുന്ന ആള് 2-3 പോസ്റ്റുമായിട്ട് എൻ്റെ വൈത്താലിങ്ങനെ കൂടി നോക്കിയിരുന്നു. ഖാസിമിക്കെതിരെ ഞാൻ മറുപടി പറയുന്നില്ല, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, ഖാസിമിക്കെതിരെ പറയുന്നില്ല, അദ്ദേഹം സയ്യിദുൽ ഉലമക്കെതിരെ പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു, എന്ത് ഖാസിമിയെ തിരുത്താൻ പോകുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠനെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് സ്വന്തം ജ്യേഷ്ഠൻ സമസ്തയെ അപമാനിച്ച അത്ര, അപകീർത്തിപ്പെടുത്തിയ അത്ര ഖാസിമി പറഞ്ഞിട്ടുണ്ടോ? ആനമങ്ങാട് ഹുദവി അദ്ദേഹം പറഞ്ഞതെന്താ, 20 വർഷം കഴിഞ്ഞാൽ സമസ്തയെ യഥാർത്ഥ പാതയിൽ പാരമ്പര്യ വഴിയിൽ നയിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും അതിൻ്റെ നേതൃത്വം, പ്രസിഡന്റ് സെക്രട്ടറി അല്ല, അതിൻ്റെ നേതൃത്വം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേ. പിന്നെ ഓന് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്, എവിടെയാണ് നമുക്ക് വഴിതെറ്റിയത്, എവിടെയാണ് ഈ മാർഗഭ്രംശം സംഭവിച്ചത്
കമ്മ്യൂണിസത്തെക്കുറിച്ച് ഇന്ന് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ തയ്യാറാകുമോ സമസ്ത എന്ന് സമസ്തനോടാണ് ചോദിക്കണേ. എവിടെയാണ് നമുക്ക് പേച്ചത് എന്ന് സമസ്തനോട് ചോദിക്കുന്ന യാനമങ്ങാട് ഉദവി വീട്ടിലുള്ള അനിയൻ ഇസാഖ് നിസാമി എന്നോട് ചോദിക്കുകയാണ്, അബൂതാഹിർ ഫൈസി എന്തുകൊണ്ട് കാസിമിക്കെതിരെ പറഞ്ഞിട്ടില്ല? കാസിമിക്കെതിരെ ഇയാൾ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കണ്ടതിന് ശേഷം പ്രതികരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആരായാലും, കാസിമി അല്ല ആരായാലും, നമുക്ക് വലുത് വ്യക്തികളല്ല, വ്യക്തിപൂജ ഇവിടെ ഇല്ല. സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് വലുത് സുന്നത്ത് ജമാഅത്താണ്. അത് ആര് പറഞ്ഞാലും പിന്തുണക്കും, അതിനെതിരെ ആര് പറഞ്ഞാലും പ്രതികരിക്കും. ഇതാണ് നമ്മുടെ ക്ലിയർ കട്ടായിട്ടുള്ള നിലപാട്.